നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCക്ക് പ്രധാനപ്പെട്ട SCERT പാഠപുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ പുതിയ SCERT അതിൽ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ ഭരണഘടന വഴിയും വഴികാട്ടിയും, അപ്പോൾ ഭരണഘടനയുടെ തുടക്കം മുതൽ ഭരണഘടന നിലവിൽ വന്നത് കാര്യങ്ങൾ മുതലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഭരണഘടന വഴിയും വഴികാട്ടിയും. ആദ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഉദ്ധരണി യങ് ഇന്ത്യയിൽ 1931 പ്രസിദ്ധീകരിച്ചതാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിലാണ് പറഞ്ഞിരിക്കുന്നത് 1931. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവ ഉറപ്പായും ഉണ്ടായിരിക്കണം. ഇനി ഭരണഘടനയുടെ ആ തുടക്കം, ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഏതൊക്കെയാണ് ആ പ്രാദേശിക സംഘടനകൾ? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഇതെല്ലാം പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകളായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പ്ലേലിസ്റ്റ് അല്ല, ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. പല പാർട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച പ്രധാന ചോദ്യങ്ങൾ. അപ്പോൾ ഇതിന് ശേഷമാണ് ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നത്. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സംഘടിത മാനം കൈവന്നത് എപ്പോഴാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകരിച്ചതോടുകൂടിയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ അവബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇപ്പോൾ വിദേശ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിതതീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വിവിധ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയത്. ഇപ്പൊ ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ വരവോടെയാണ്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും ആണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത്? ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ മൂല്യങ്ങളും ആശയങ്ങളുമാണ് ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്നാണ്. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം.
അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് എന്തായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഭരണഘടനയുടെ മുൻഗാമിയെ പറ്റി പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26 അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാള്, അതായത് 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന, എന്തായിരുന്നു ഇന്ത്യയുടെ നിയമം എന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിത നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇപ്പോൾ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആസ് അമെൻഡഡ് അപ് ടു 15 ഓഗസ്റ്റ് 1943. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങൾ, 10 പട്ടികകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഇതൊക്കെയായിരുന്നു ഇതിന്റെ പ്രത്യേകതകൾ. അപ്പോൾ പല കാര്യങ്ങളും അതിൽ നിന്ന് കടമെടുത്തിട്ടുമുണ്ട് നമ്മുടെ പുതിയ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ചു. അവരുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിർമ്മാണ കാലയളവ് ആദ്യം പഠിക്കാം. 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അധ്യക്ഷൻ. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്ന് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്. 1949 നവംബർ 26. നിലവിൽ വന്നതോ 1950 ജനുവരി 26. അപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ഡോക്ടർ BR അംബേദ്കറിനെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ അദ്ദേഹം നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി പറയാൻ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ആ സമയത്ത് 22 പാർട്സ്, 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങൾ, 395 ആർട്ടിക്കിളുകളും 8 പട്ടികകൾ അഥവാ ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ?
ഒന്ന്, പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്ത, നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണുള്ളത്. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംസ്ഥാനം, അതാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ചിരിക്കുന്നു. ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്നത് കടമെടുത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാം. അറിയാവുന്നവർ ആൻസർ കമന്റ് ചെയ്യുക. നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമാണ് കേന്ദ്രത്തിനായാലും സംസ്ഥാന സർക്കാരിനായാലും നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇവിടെ പറയാം. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഭരണഘടനയെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഭരണഘടനയുടെ പ്ലേലിസ്റ്റിലുണ്ട്. ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, അഴിമതി നിരോധന നിയമം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇതെല്ലാം ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. അടുത്തത് പോക്സോ ആക്ട് 2012 പറ്റിയാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം, അതാണ് 2012 പോക്സോ ആക്ട്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി, 89 കുട്ടികളുടെ അവകാശ ഉടമ്പടി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. എന്താണ് പോക്സോ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് എന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യണതിനെ പറ്റി പറയുന്നത് ഏതിലാണ്? വകുപ്പ് 19. പോക്സോ കേസുകൾ കാര്യം ചെയ്യുന്ന സെക്ഷൻ 19 പറയുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്നറിയപ്പെടുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് CWPO.
കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെല്ല് പോക്സോ നിയമത്തിന്റെ 44-ാം സെക്ഷൻ അല്ലെങ്കിൽ 44-ാം വകുപ്പ് പ്രകാരമാണ് ഈ ഒരു പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യപ്പെടുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1951 പട്ടികകളുടെ എണ്ണം 9 ആയി. ഭേദഗതി 1, ഒന്നാമത്തെ ഭേദഗതി 1951. 42 ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അത് 42-ാം ഭേദഗതിയിലാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത്. ഭേദഗതി 73-74 1992 പഞ്ചായത്തി രാജ്, നഗരപാലികാ നിയമം എന്നിവ ആഡ് ചെയ്ത ഭേദഗതിയാണ് 73-74 ഭേദഗതികൾ. ഭേദഗതി 44 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായത്. എപ്പോഴും ഓർത്തിരിക്കുക, സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശം അല്ല. അതായത് ഭേദഗതി 44 ഭേദഗതി 86 2002 വന്ന ആ ഒരു ഭേദഗതി വിദ്യാഭ്യാസം മൗലിക അവകാശമായി. ഭേദഗതി 86. ഭേദഗതി 101 2016 വന്നത് ചരക്ക് സേവന നികുതി അഥവാ GST. ചരക്ക് സേവന നികുതി GST. ഏറ്റവും പുതിയ ഭേദഗതി എത്രാമത്തേതാണ്, എന്തിനെ പറ്റിയാണ് എന്നറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാം. ഇപ്പോൾ കാലാനുസൃതമായി ഓരോ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഭരണഘടനയിൽ മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയ്ക്കാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം ഭേദഗതികൾ ചെയ്യാം എന്നും കൂടി ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഈ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്നത് 368-ാം വകുപ്പ് പ്രകാരമാണ്. സെക്ഷൻ 368 പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധികാരിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത് 1973 നടന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാർ കേസ് പ്രകാരമായിരുന്നു. അടുത്തത് വിദ്യാഭ്യാസം മൗലിക അവകാശം. ആദ്യം പറഞ്ഞിരുന്നു, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ എവിടെയാണ്? 21A വിദ്യാഭ്യാസം മൗലിക അവകാശമായി ചേർത്തത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത്. ഇനി 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ ഒരു നിയമം. ചെറു ഭരണഘടന 1976 42-ാം ഭേദഗതി ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 42-ാം ഭേദഗതിയാണ്. അതുവഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ പ്രീ ആമ്പിൾ അഥവാ ആമുഖത്തിൽ എഴുതി ചേർത്തത്. അപ്പോൾ 1976 42-ാം ഭേദഗതി. ഈ 76 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ഓർത്ത് വയ്ക്കുക. 7 × 6 42 അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് 42-ാമത്തെ ഭേദഗതിയെ വിളിക്കുന്നത്. ഇനി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും വരുന്നുണ്ട്. കാരണം ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒക്കെയാണ്. അപ്പോൾ വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാകുമ്പോൾ തന്നെ പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും
എന്നിരുന്നാലും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത് അധികാരികൾ. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഭരണഘടനയെ പറ്റിയുള്ള പ്ലേലിസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ റെഫർ ചെയ്ത് അഡീഷണൽ ആയിട്ടുള്ള വിവരങ്ങൾ പഠിക്കേണ്ടതാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ആണിത്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പലതരം അനീതികൾ, ജാതി, മത, ലിംഗ, അങ്ങനെയുള്ള പലതരം വേർതിരിവുകൾ, അതിനെപ്പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അതിനുവേണ്ടി പോരാടിയവരെ പറ്റിയാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകളിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സീറ്റ് മാറ്റിയിരുത്തുന്നതായിട്ട് ജാതി വിവേചനത്തെ സംബന്ധിച്ച ഒരു കാര്യമായിരുന്നു. അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അഗ്നിച്ചിറകുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാം, അത് ഓർത്തു വെക്കുക. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്, മാർജിനലൈസേഷൻ. ഇപ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ നടക്കുന്നത്? പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, പല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കുടിയേറി പാർക്കുന്നത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കാം. അപ്പം അതിൻ്റെ ആസ്പദമായ ചില ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പല ദുരന്തങ്ങളുടെയും പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. പലതരത്തിൽ അരികുവൽക്കരണം ഉണ്ടാവുന്നുണ്ട്, പലതരത്തിൽ ആളുകൾ മാറ്റപ്പെടുന്നുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ്, സ്വന്തമായി ഉണ്ടാവുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും. ഇനി മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി, അതായത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ, അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ പല സ്ഥലത്തും ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഒഴിവാക്കുക. ആ ഒഴിവാക്കുന്നത് അതിനും അരികുവൽക്കരണമാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? മാർജിനലൈസേഷൻ നേരിടുന്നവർ ആരൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ടും സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഈ ഒരു ന്യൂസ് വന്നതാണ്. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി എന്തെന്നറിയപ്പെടുന്നു? അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇപ്പോഴും ആ ഒരു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ. അപ്പോൾ അങ്ങനെ പഞ്ചമി എന്ന ആ ഒരു ദളിത് ബാലികയുടെ കൈ പിടിച്ച് അയ്യങ്കാളി ആ സ്കൂളിലേക്ക് ചെന്നു. ആ ഒരു
സമരം അദ്ദേഹം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടുന്നത്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. അപ്പോൾ വിദ്യാഭ്യാസം നേടുകയാണ് വേണ്ടത്. പലതരത്തിലുള്ള ഈ ഒരു മാർജിനലൈസേഷൻ ഒഴിവാക്കാൻ വിദ്യാഭ്യാസത്തെ ആ ഒരു സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയായിരുന്നു. ഇനി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അപ്പം എല്ലാത്തിനും വിദ്യാഭ്യാസമാണ് വേണ്ടത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ടവരുടെ പേര് പറയാം. കുര്യാക്കോസ് ഏലിയ ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ജ്യോതിറാവു ഫുലെ ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു ദളിത് എന്ന ഒരു പദം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശ്രീ ജ്യോതിറാവു ഫുലെ ആയിരുന്നു. അടുത്തത് സാവിത്രിഭായ് ഫുലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായിരുന്നു ശ്രീമതി സാവിത്രിഭായ് ഫുലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു, നൈറ്റ് ക്ലാസ്സസ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ പൂനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്ത പേര് സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്തത് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം സ്ഥാപിച്ചത് സ്വാഭിമാന പ്രസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളാണ് അദ്ദേഹം. സാമൂഹിക പരിഷ്കർത്താവായ അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ഓർത്തുവെക്കുക. ഇനി ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. ഇപ്പോൾ ഈ ഗോത്ര ജനത എന്ന് പറയുന്നത് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. ഇപ്പോൾ ഗോത്രജനതയ്ക്ക് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ആ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഈ ഗോത്രവിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആളുടെ പേര് പറയണം. വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു വെറിയർ എൽവിൻ.
ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ശ്രീ വെറിയർ എൽവിൻ. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്രവിഭാഗക്കാരുണ്ട്. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണിത്. അപ്പോൾ ഈ ഒരു വാദ്യോപകരണങ്ങളുടെ പേര് ഇതിൻ്റെ പേര് തുടി, ദവിൽ, അതുപോലെ ഈ ഒരു പണിയുടെ പേരാണ് നാട്ടിപ്പണി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടേതാണ്? ഗോത്രവിഭാഗക്കാരുടെ സംഭാവനകളാണ്. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇനി അടുത്തത് ഡോക്ടർ എ അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളാരാണ്? ഡോക്ടർ എ അയ്യപ്പൻ. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖനായ നരവംശ ശാസ്ത്രജ്ഞനാണ്. അടുത്തത് ശ്രീമതി നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അവർക്ക് 2020 നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വെഗുവോഗോ പൂത്തിരിക്കോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. ഇപ്പം നമ്മൾ ഗോത്രവിഭാഗക്കാരുടെ കാര്യം പറഞ്ഞു, അരികുവൽക്കരണം. ഇനി അടുത്ത ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ഐഷ അവരുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവർ നാടകം കളിക്കാൻ പോകുന്നതും അപ്പോൾ ആ സമയത്ത് അധികം സ്ത്രീകൾ നാടകത്തിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു ആക്രമണം അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീമതി നിലമ്പൂർ ഐഷയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ബുക്കിലാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകളെ അതിനൊന്നും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ വിലക്കുകളായിരുന്നു. അപ്പോൾ സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അടുത്തത് പണ്ഡിത രമാബായി. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. പണ്ഡിത രമാബായി വിധവകളുടെ വിദ്യാഭ്യാസം, ക്ഷേമം അതായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ
നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. MBBS ബിരുദം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കി. കാരണം സ്ത്രീകൾക്ക് ഇന്ത്യൻ സർവകലാശാലകൾ MBBS പ്രവേശനം നിഷേധിച്ചു. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്ന നിലയിൽ പ്രശസ്തയായി ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ പ്രതിനിധി അത് ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അടുത്തത് EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്, ബൊട്ടാണിസ്റ്റാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. EK ജാനകി അമ്മാൾ. ഇപ്പം കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ചു. വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിലാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ്. 1977 പത്മശ്രീ പുരസ്കാരം. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇത് ക്ലോസ് K ഓഫ് സെക്ഷൻ 2 TPPR ആക്ട് 2019 നടത്തിയിരിക്കുന്നത് ഈ ഒരു ഡെഫിനിഷൻ. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ്. ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അപ്പോൾ ഇനി അടുത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത്. ഭിന്നശേഷിയുള്ളവർ അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ്. പലതരം ഭിന്നശേഷി വിഭാഗക്കാരുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് പൊതുവെ കെട്ടിടങ്ങൾ, സഞ്ചാരമാർഗങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശാരീരിക ക്ഷമത ഉള്ളവർക്ക് അനുകൂലമായിട്ടാണ്. ഇനി ഈ ഒരു ഭിന്നശേഷി ഉള്ളവർക്ക് കൂടി അനുകൂലമായ രീതിയിൽ എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്യേണ്ടതാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഇത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അടുത്ത പാരാലിമ്പിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. അത് 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. അടുത്തത് വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അത് അനുച്ഛേദം 14 അനുച്ഛേദം 14 പ്രകാരമാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമാണ് എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം 15. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ചത്? വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തികമായി അസമത്വം സൃഷ്ടിക്കുന്നു. വിവേചനങ്ങൾ സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വേണം, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ വേണം, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കണം, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഭൂമിയുടെ ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നാൽ ഭൂമിയുടെ ഉള്ളറയിലെ അകത്തുള്ള ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണ്? അത് ആദ്യം പഠിച്ചു വയ്ക്കാം. എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രത്തിൽ സെൻറ്ററിലുള്ള ചൂടെന്ന് പറയുന്നത്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം തിളയ്ക്കാനെടുക്കുന്ന ചൂട്. അപ്പോൾ കമ്പാരിസണിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ഉള്ളത്. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഭൂമിയുടെ ആരം എത്ര, അല്ലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ആ പകുതിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ റേഡിയസ് ആണ് വരുന്നത്. ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കണം. അപ്പോൾ ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. 6371 കിലോമീറ്റർ. പിന്നെ ഭൂമിയുടെ ഉള്ളറയെ പറ്റി നമ്മൾ പറയുന്നു. ഈ ഉള്ളറയെ പറ്റിയൊക്കെ എങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്? പല ശാസ്ത്രീയ പഠനങ്ങളും പല നിഗമനങ്ങളും നടത്തി ഒക്കെയാണ് ഈ ഒരു വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് രൂപങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നോക്കാം. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ. ഇപ്പം അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് വസ്തുക്കൾ ഈ സെൻട്രൽ നിന്ന്, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ആ ഒരു വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്നും സ്റ്റഡി നടത്തിയിട്ടാണ്. ഒന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. ഈ ഖനികൾ എന്ന് പറയുമ്പോൾ, ഖനി എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെടുക്കുന്ന, പല വസ്തുക്കളും ഖനനം ചെയ്തെടുക്കുന്നതാണ്. ഈ ഖനികളിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഖനി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ചയുള്ള ഖനിക്ക് 12 കിലോമീറ്റർ ഉണ്ട്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഒരു വിവരങ്ങൾ കിട്ടുന്നത്. അടുത്തത്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഇങ്ങനെ 3 കാര്യങ്ങളിൽ നിന്ന് ഈ ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളെ പഠനം നടത്തിയിട്ട്. ഭൂമിയുടെ ഘടന നോക്കുകയാണെങ്കിൽ ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ തരംതിരിക്കാം. ഭൂവൽക്കം, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ആവരണമാണ് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്, അഥവാ ക്രസ്റ്റ്. ഇതാണ് ഭൂമിയുടെ ഘടന. ഇപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നതാണ് ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി. അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ മറ്റൊരു പേരാണ് ക്രസ്റ്റ് എന്ന് പറയാം. ക്രസ്റ്റ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്താലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അപ്പോൾ ചോദിക്കുകയാണ്, ഖരരൂപത്താലുള്ള പാറകളാൽ നിർമ്മിതമായ പാളി ഏതാണ്? ഭൂവൽക്കം. അപ്പോൾ ഇവിടെ എവിടം മുതൽ എവിടം വരെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെയാണ് ഈ ഒരു ഭൂവൽക്കത്തിൻ്റെ പാർട്ട് വരുന്നത്. ഭൂവൽക്കത്തിൻ്റെ പാർട്ട്, ഈ ഒരു ഭാഗമാണ് ഭൂവൽക്കം വരുന്നത്. ഇനി ഈ ഭൂവൽക്കത്തിന് തന്നെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കം ഉണ്ട്, സമുദ്ര ഭൂവൽക്കം ഉണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ വരുന്നത്. ശരാശരി കനം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിനാണെങ്കിൽ അതിൽ തന്നെ പർവ്വത പ്രദേശങ്ങളുണ്ട്. പർവ്വത പ്രദേശങ്ങളിലാണെങ്കിൽ ആ ഒരു കനം എന്ന് പറയുന്നത് 70 കിലോമീറ്ററോളം വരുന്നതാണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററോളമാണ് കനം വരുന്നത്. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ കനം ശരാശരി 5 കിലോമീറ്റർ ആണ്. അടുത്തത് മാൻറ്റിൽ. മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം, അതാണ് മാൻറ്റിൽ. താരതമ്യേന കനമുള്ള ഒരു ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം, മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടം തുടങ്ങി ഇവിടം വരെ എന്താണ്? മാൻറ്റിലാണ്. അപ്പോൾ മാൻറ്റിൽ തന്നെ പിന്നെയും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മാൻറ്റിലാണ് അപ്പോൾ ഏറ്റവും തിക്നെസ് ഉള്ളത്, ഏറ്റവും കനമുള്ള ഭാഗം എന്ന് പറയുന്നത്.
ഭൂവൽക്കം അതുപോലെ മാന്റിലിന്റെ ഉപരിഭാഗം അത് ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം, ഈ ലിത്തോസ്ഫിയർ എന്ന് പറയും. ഈ ശിലാമണ്ഡലമാണ് ഈ കാണിച്ചിരിക്കുന്ന ഭാഗം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കം അതുപോലെ മാന്റിലിന്റെ ഇത് അത്രയാണ് മാന്റിൽ മുഴുവനായിട്ട് വരുന്നത്, അതിന്റെ മുകളിലുള്ള ഭാഗം മാത്രം ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അല്ലെങ്കിൽ ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയാണ് മാഗ്മ എന്ന് പറഞ്ഞത്. അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഈ ഒരു പോർഷനാണ് പറയുന്നത് എന്താണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ്. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് മാഗ്മ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് താഴെ ഖരാവസ്ഥയിലാണ് ഭാഗം കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഭൂമിയുടെ കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. ഈ കാമ്പിന് തന്നെ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. പുറക്കാമ്പ് എന്നും അകക്കാമ്പ് എന്നും. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അതുപോലെ അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അപ്പോൾ നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ നിർമ്മിതമായ ഭൂമിയുടെ ആ ഭാഗം ഏതാണ് അല്ലെങ്കിൽ ഏത് ലെയറാണ് എന്ന് ചോദിച്ചാൽ കോർ അഥവാ കാമ്പ് ആണ്. അതിൽ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. ഈ നിക്കൽ, ഇരുമ്പ് അല്ലെങ്കിൽ നിക്കൽ, Fe, Ni, Fe എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതുകൊണ്ട് ഈ കാമ്പിന് നിഫെ, Ni, Fe, നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഭൂമിയുടെ ഈ ഒരു ഘടനയിൽ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഉള്ളറയിലെ സെൻറ്ററിൽ കേന്ദ്രത്തിൽ വരുന്ന ചൂടാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റി നോക്കാം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം, ഭൂമി അതിൻ്റെ ഉദ്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് സാവധാനമാണ് തണുത്തത്. അങ്ങനെ തണുക്കുന്ന ആ പ്രക്രിയയിലാണ് ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തു വന്നത്. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. അങ്ങനെ ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ ഒരു വാതക പുതപ്പാണ് ആക്ച്വലി അന്തരീക്ഷം എന്ന് പറഞ്ഞത്. ഈ വാതക പുതപ്പിനെയാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞത്. ഇനി സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമാവുകയും ചെയ്തു. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയൊക്കെ. ഇത് കൂടാതെ, ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാതകങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. അതിനാണ് അന്തരീക്ഷ സംരചന, കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷ സംരചന. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഭൂമിയുടെ സർഫസിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. അന്തരീക്ഷ വാതകങ്ങൾ നോക്കാം. അന്തരീക്ഷത്തിലെ എല്ലാ വാതകങ്ങളും എത്ര ശതമാനം വീതമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതലും അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ്. അപ്പം നൈട്രജൻ എത്ര ശതമാനമാണ്? 78%. അടുത്ത സ്ഥാനത്ത് വരുന്നത് 21% ഓക്സിജൻ ആണ്. ഇനി ബാക്കി 1% വരുന്ന വാതകങ്ങൾ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കും നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഇനി എന്താണ് ഇവാപ്പറേഷൻ? ബാഷ്പീകരണം. സൂര്യതാപമേറ്റ് ഭൗമ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം.
ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ഈ ജലബാഷ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. ഇനി വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവ കൂടാതെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. ഈ പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഭൗമ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഒരു ടേം പഠിക്കുന്നുണ്ട്, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഖനീകരണ മർമ്മങ്ങൾ. അതെന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഖനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഖനീകരിക്കുന്ന അല്ലെങ്കിൽ കൂളാക്കുന്ന മർമ്മങ്ങൾ അഥവാ ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ. കാരണം അന്തരീക്ഷത്തിലെ ഈ പൊടിപടലങ്ങളെ ചുറ്റിയാണ് അന്തരീക്ഷ നീരാവി ഘനീഭവിക്കുന്നത്. അങ്ങനെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അടുത്തത് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. എന്താണ് അമ്ലമഴ എന്ന് നോക്കാം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. കൽക്കരി, പെട്രോളിയം എന്നീ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തും. അങ്ങനെ മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്താണ്? 7 ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. അപ്പോൾ 7-ൽ താഴെ വരുവാണെങ്കിൽ അതിന് ആസിഡിക് നേച്ചറും 7-ന് മുകളിൽ വന്നാൽ ബേസിക് നേച്ചറുമാണ് വരുന്നത്, ആൽക്കലൈൻ നേച്ചറുമാണ് വരുന്നത്. അപ്പോൾ അമ്ലമഴ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയിൽ കുറവാണെങ്കിലാണ് അമ്ലമഴയായിട്ട് കാണുന്നത്? 5-ൽ കുറവാണെങ്കിൽ ആസിഡ് റെയിനായിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് സ്മോഗ് അഥവാ സ്മോക്കും ഫോഗും കൂടി ചേർന്നാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അഥവാ പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും അഥവാ സ്മോക്കും ഫോഗും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയും. ഇവ മഞ്ഞുമായി കലർന്ന പുകമഞ്ഞ് രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പുകമഞ്ഞ് കാരണമായിട്ട് പുകമഞ്ഞുകൊണ്ട് പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്നു. അത് പുകമഞ്ഞ് ഒരു തരത്തിലുള്ള വായു മലിനീകരണമാണ്. അപ്പം ഇങ്ങനെയുള്ള വായു മലിനീകരണം കാരണം പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അടുത്തത് അന്തരീക്ഷ ഘടന. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളാക്കി തരംതിരിച്ചിരിക്കുന്നു. എന്താണ് 5 പാളികളാക്കി തിരിച്ചിരിക്കുന്നു? അപ്പോൾ ഏറ്റവും ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് ആദ്യം വരുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ? ഇവിടെയാണ് ഈ ഒരു വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന പാതകളിലുള്ളത്, ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയറിനാണ് നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഒരു സാറ്റലൈറ്റ്സ് ഒക്കെ വരുന്നത്, എക്സോസ്ഫിയർ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇതിന് ഭൗമ ഉപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെ ഉയരം വരും. ട്രോപ്പോസ്ഫിയർ താഴെയുള്ള പാളി 13 കിലോമീറ്റർ. ധ്രുവപ്രദേശം അല്ലെങ്കിൽ പോളാർ ഏരിയയിലേക്ക് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരം. ഇപ്പോൾ ആവറേജ് വരുമ്പോൾ 13 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, 13 കിലോമീറ്റർ വരെ ഉയരം വരുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത് ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് എന്നിവ എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ. അത് ചോദിക്കാറുണ്ട്, എവിടെയാണ് മേഘ രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മഴ നടക്കുന്നത്? അതൊക്കെ ട്രോപ്പോസ്ഫിയർ ലെയറിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും ഓരോ 165 മീറ്റർ കഴിയുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു.
അപ്പോൾ അതിനാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്. അങ്ങനെ ഒരു നിരക്കിൽ തന്നെ ഇങ്ങനെ ഒരു ക്രമമായ നിരക്കിൽ അത് കുറഞ്ഞു പോകുന്നതാണ് ട്രോപ്പോസ്ഫിയറിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളിയുള്ളത്. അത് ചോദിക്കാറുണ്ട്. ഓസോൺ പാളിയുള്ള ഈ ഒരു ലെയർ, അന്തരീക്ഷത്തിൻ്റെ ലെയർ അല്ലെങ്കിൽ പാളി ഏതാണ് വരുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററിലാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് ഭൂമിയുടെ രക്ഷാകവചം എന്ന് പറയാം. രക്ഷാകവചം സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പതിക്കുകയാണെങ്കിൽ ജീവജാലങ്ങൾക്ക് ഒരുപാട് ഹാനികരമാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് അത് ബാധിക്കും. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ഡയറക്റ്റ് പതിച്ചാലുള്ള പ്രോബ്ലങ്ങളാണ്. അടുത്തത് ഓസോൺ ദിനം. എന്നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം, വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്. സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, അല്ലെങ്കിൽ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. അപ്പോൾ എന്താണ് ഓസോൺ സംരക്ഷണത്തിൻ്റെ പ്രത്യേകത, അതുപോലെ ഓസോൺ ഡിപ്ലീഷന് കാരണമാവുന്ന കാര്യങ്ങളെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് ഓസോൺ ദിന ആചരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. അടുത്ത മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന ഒരു പ്രതിഭാസമാണ് ഉള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില വരുന്നത് എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകളൊക്കെ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിലാണ്. ഏത് പാളിയിലാണ് ഉൽക്കകൾ വന്നിട്ട് കത്തിച്ചാരമാവുന്ന? കാരണം അവിടെ നല്ല തണുത്ത ഏരിയയാണ്. -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നുണ്ട്. അത് മിസോസ്ഫിയർ. അടുത്ത തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 80 മുതൽ 400 കിലോമീറ്റർ വരെ. ഇവിടെ ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്ന 2 ഏരിയാസ് നമ്മൾ പഠിച്ചു. അതുകൂടാതെ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ഏരിയയാണ് ഇത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് അയോണോസ്ഫിയർ. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്രമായ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനാണ് അയോണീകരണം അഥവാ അയോണൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലമാണ് അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ സാധിക്കും. അതുപോലെ റേഡിയോ തരംഗങ്ങൾ, വൈദ്യുതകാന്തിക ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അയോണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണമൊക്കെ സാധ്യമാകുന്നത്. എവിടെയാണ്? അയോണോസ്ഫിയറിൽ. അടുത്തത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന പാളി. ഇനി ഓരോ പാളികളുടെയും ഇത് ചേർക്കാനാണ്, മാച്ച് ചെയ്യാനാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഏറ്റവും ഉയരത്തിൽ വരുന്നത്.
വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്നു. അതാണ് എക്സോസ്ഫിയർ. ഇനി അടുത്ത തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. എക്സോസ്ഫിയർ ആദ്യം പറഞ്ഞു, അടുത്ത തെർമോസ്ഫിയർ. ഇനി അടുത്തത് മിസോസ്ഫിയർ. മിസോസ്ഫിയർ എന്ന് പറഞ്ഞത് ഏതാണ് വരുന്നത്? താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണ് മിസോസ്ഫിയർ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ വാതക സാന്നിധ്യമുള്ളത്. ട്രോപ്പോസ്ഫിയറിലാണ് ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി. ഉയരത്തിനനുസരിച്ച് നിശ്ചിത തോതിൽ കുറയുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത് എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ന്യൂ SCERTയുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇപ്പം നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കരയെന്ന് പറയുന്നത്. ഇപ്പം വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ, ഭൂമിയുടെ ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കരയുടെ കഷണങ്ങൾ എന്ന രീതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ വൻകരകൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്? വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു ഭൂഖണ്ഡങ്ങൾ. ഇന്ത്യ ഏതിലാണ് വരുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ഇന്ത്യയെ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കും. വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളെപ്പോലെ തന്നെ വൈവിധ്യമാർന്ന പ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉണ്ടെങ്കിൽ അതിനെ ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെൻറ്റ്സ് എന്ന് വിളിക്കും. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിലനിർത്തുന്നത്. പാമീർ പീഠഭൂമി. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ടു നിർത്തുന്നു. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പോൾ പാമീർ പീഠഭൂമിയെപ്പറ്റി നേരത്തെ പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി. ഈ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ്. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. മാപ്പിൽ കാണിച്ചു തരാം. അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ നോർത്തിലേതാണ് ഹിമാലയ പർവ്വതനിര, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഒരു ചോദ്യമാണ് ഇവിടെ. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ആണ് ഇന്ത്യൻ മഹാസമുദ്രം.
ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഹിമാലയ പർവ്വതനിര എന്ന് പറഞ്ഞു. ഹിമാലയ പർവ്വതനിര ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാലയ പർവ്വതനിര. അതുപോലെ പാകിസ്ഥാൻ ഏരിയയിൽ വരുന്നതാണ് ഈ ഹിന്ദുകുഷ്, ടിയാൻഷാൻ, ആദ്യം പറഞ്ഞിരുന്നു കാരക്കോറം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സംഗമ സ്ഥാനമായിട്ട് വരും പാമീർ പീഠഭൂമി. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ ലക്ഷദ്വീപ് ഏത് സൈഡിലാണ് വരുന്നത്? പടിഞ്ഞാറേ സൈഡിലാണ് വരുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരുന്നത് കിഴക്കേ സൈഡിലാണ്. ഇപ്പോൾ കിഴക്കേ ഭാഗത്തുള്ള പർവ്വതനിരയാണ് അരക്കൻ പർവ്വതനിര. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പാകിസ്ഥാനിലെ ഹിന്ദുകുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെ ഹിമാലയ പർവ്വതനിര. ഈ രണ്ടെണ്ണവും ഈ ഒരു വടക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഹിമാലയ പർവ്വതനിരയുണ്ട്, അതിന് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. ഇതിനാണ് ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തര മഹാസമതലം. ഇനി ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇപ്പോൾ ഈ അടുത്ത മാപ്പിൽ നമുക്കത് ഒന്നുകൂടി കാണാം. ഇപ്പോൾ തെക്കുഭാഗത്തിൽ പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 90 മീറ്റർ വരെ ഉയരമുണ്ട്. പീഠഭൂമിക്ക് ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഈ ഒരു ഓറഞ്ച് കളറിലൂടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ആദ്യം പറഞ്ഞ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഇതാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് അതിൻ്റെ തെക്ക് ഭാഗത്തേക്കാണ് ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. അതിന് എത്ര ഹൈറ്റ് ഉണ്ട്? 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് വരുന്നത്. ഇനി ഈ ഒരു ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ബാക്കി നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഓരോ അയൽ രാജ്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേപ്പാൾ വരുന്നത് ഏത് ഭാഗത്താണ്, പാകിസ്ഥാൻ ഏത് സൈഡിലാണ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഉണ്ടായിരിക്കണം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ്. ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് ഥാർ മരുഭൂമി. പാകിസ്ഥാനിൽ കൂടെ വ്യാപിച്ചാണ് കിടക്കുന്നത് ഥാർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറെ തീരപ്രദേശമുണ്ട്. മാലിദ്വീപ്, അതുപോലെ തന്നെ ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും, അതുപോലെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളും. മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവ ദ്വീപരാഷ്ട്രങ്ങളാണ്. ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും എന്താണ്? ചെറിയ ദ്വീപ സമൂഹങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ തനതായ കാലാവസ്ഥാ സവിശേഷതകളുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രാദേശിക വൈവിധ്യങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഈ മൗസിം എന്നതിൻ്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. ഋതുക്കൾ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ഈ കാറ്റ് എന്ന് പറയുന്നത് ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ്. ഈ മൺസൂൺ കാറ്റുകളെപ്പറ്റി അല്ലെങ്കിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച്
അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ അയനം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വടക്ക് 23.5 ഡിഗ്രി. ഇപ്പം ഇത് 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണെങ്കിൽ 23.5 ഡിഗ്രി വടക്ക് വരുന്നതാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി തെക്ക് വരുന്നത് ദക്ഷിണായന രേഖ. ഇതിനിടയിൽ ഈ ഒരു സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്, അതിനാണ് പരിക്രമണം എന്ന് വലം വയ്ക്കുന്നതിനാണ് പരിക്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഇനി സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, അപ്പോൾ സൂര്യന്റെ അയനം മൂലം ഈ ഒരു സ്ഥാനം മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യും. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു മാസങ്ങളിലൊക്കെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ കാറ്റുകൾ വരാൻ കാരണം എന്താണ്? സൂര്യന്റെ അയനം മൂലം ആ ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുകളിലായിരിക്കും. കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ആ ഒരു സ്പേസിലേക്കാണ് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുന്നതും മഴ ലഭിക്കുന്നതും. ഇനി അതുപോലെ തന്നെ ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാകും. അപ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ചുയരും. ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ, വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറേക്ക് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ട കാറ്റുകളാണ് ദക്ഷിണായന സമയത്തുള്ളത്. അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. പൊതുവെ വരണ്ടതാണ്, അതുകൊണ്ട് മഴയുടെ അളവ് കുറവായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഉപദ്വീപീയ നമ്മുടെ ആ താഴെയുള്ള ഭാഗത്തിൻ്റെ ഉപദ്വീപീയ പീഠഭൂമി ഭാഗം നമ്മൾ കണ്ടതാണ്. ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്, പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമായി അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥയാണ്, അതുപോലെ തെക്ക് ഭാഗത്താണെങ്കിൽ ഉഷ്ണ കാലാവസ്ഥയാണ് അറിയപ്പെടുന്നത്. ഇനി ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അതാണ് മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലം ഉഷ്ണകാലം അതിൻ്റെ ഡിഫറൻസ് കൂടുതലായിരിക്കും. തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്, ചൂടാണെങ്കിൽ നല്ല ചൂട്, ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കും. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇതാണ്.
മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സഹ്യപർവ്വതമാണ്. അപ്പോൾ കാറ്റിന് അഭിമുഖമായ പ്രദേശമാണ് ഈ ഒരു പ്രദേശം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ ഒരു പർവ്വതത്തിൽ തട്ടി ആ ഈർപ്പം തട്ടി മേഘമായിട്ട് മാറുന്നു, അങ്ങനെ മഴ പെയ്യുന്നു. പക്ഷേ മഴനിഴൽ പ്രദേശമാണ് അതിൽ കേരളത്തിൻ്റെ സഹ്യൻ്റെ മറുഭാഗത്തുള്ളത് തമിഴ്നാടാണ്. അവിടെ എന്താണ് മഴ കുറവായിരിക്കും, കിഴക്കൻ ചെരുവിൽ മഴ കുറവായിരിക്കും. അപ്പോൾ അത് മഴനിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. അതുപോലെ രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്. അപ്പോൾ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിൽ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്തുകൂടി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന അങ്ങനെ ഇല്ല. പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് പാരലലായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളാണ്, അവിടെ തടസ്സങ്ങളില്ല. അതുകൊണ്ട് ആ ഒരു പ്രദേശത്തും മഴ കുറവാണ്, മരുഭൂമിയായി മാറിയിരിക്കുകയാണ് രാജസ്ഥാനിലെ ആ പ്രദേശം. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കും. കാറ്റിന്റെ ദിശയും ജലാംശത്തിന്റെ അളവും. ഇനി ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ഉള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കും. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നത്. അപ്പം മഴ നല്ലവണ്ണം ലഭിക്കുന്ന ഇടങ്ങളിൽ നെല്ല്, മിതമായി മഴ ലഭിക്കുന്നിടത്ത് ഗോതമ്പ്, മഴ തീരെ കുറയുമ്പോൾ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും. നമ്മളിനി ആ ഒരു 3 തരം വിളകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വിളകൾ, ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങൾ നോക്കാം. അപ്പം നെല്ലാണെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്. ജൂണിലാണ് വിത്ത് വിതയ്ക്കുക, വിളവെടുക്കുന്നത് സെപ്റ്റംബറോടാണ്. ഇനി ഗോതമ്പാണെങ്കിൽ മിതമായ അളവിലാണ് ജലം ആവശ്യം, ഒക്ടോബറാണ് ടൈം വരുന്നത്, വിളവെടുക്കുന്നത് മാർച്ച്. തണ്ണിമത്തനാണെങ്കിൽ വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ മാത്രം ജലസേചന സൗകര്യം വേണം. ഏപ്രിൽ, അതുപോലെ തന്നെ വിളവെടുക്കുന്നത് ജൂണിലാണ്, വിത്ത് വിതയ്ക്കുന്നത് ഏപ്രിലിൽ. അപ്പം ഈ ഒരു വിളകൾക്ക് വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ് കാർഷിക കാലങ്ങൾ? അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക കാലങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ്, റാബി, സയ്ദ്. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഖാരിഫ്, റാബി, സയ്ദ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലം, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നല്ല മഴ പെയ്യുന്ന സമയം എന്ന് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവയൊക്കെ എന്താണ്? ഖാരിഫാണ്. ഇനി അടുത്തത് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഖാരിഫ് നമ്മൾ ഏത് മാസമായിരുന്നു? ജൂൺ, സെപ്റ്റംബർ. അടുത്ത ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി കാലം. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ ആരംഭിക്കുന്നു. അതുപോലെ ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവയൊക്കെ എന്താണ്? റാബി കാലത്താണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു.
ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇനി പലതരം വിളകളെ പറ്റി നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജറ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിക്കാം. മൃദുധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പ്. പരുക്കൻ ധാന്യങ്ങളാണ് ബജറ, ചോളം, റാഗി. അതുപോലെ പയറുവർഗ്ഗങ്ങളാണ് ഏതൊക്കെ? പയർ, തുവര എന്നിവ. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഭക്ഷ്യവിളകളാണ്. അതിൽ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വന്നു. ഇനി അടുത്തത് നാണ്യവിളകളാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. നാണ്യവിള എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ എന്നീ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ ലഭിക്കുന്നത് നാരുവിളകളാണ്. അപ്പം നാണ്യവിളകൾ, നാരുവിളകൾ. അടുത്തത് എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പം എണ്ണക്കുരുക്കൾ പറഞ്ഞാൽ നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി ഒക്കെ എണ്ണക്കുരുക്കളിൽ പെടുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അങ്ങനെ പലതരം കൃഷി രീതികൾ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? അതിനുവേണ്ടി മനുഷ്യർ എന്തൊക്കെ കൃഷി രീതികളാണ് അവലംബിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം. കൃഷിയുടെ ഉദ്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCEയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCEയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മൊഹൻജൊദാരോയിലും ഹരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ കാർഷിക സംസ്കാരം വളർന്നു വന്നത് സിന്ധു നദീതട നാഗരികതയോട് ചേർന്നിട്ടാണ്. ഉപജീവന കൃഷി. എന്താണ് ഉപജീവന കൃഷി? കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്.
ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷിരീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക, ഉപയോഗിക്കുക, കൂടുതലായിട്ട് മിച്ചം വരുന്ന ഉണ്ടെങ്കിൽ, എക്സ്ട്രാ വരുന്ന ഉണ്ടെങ്കിൽ മാത്രം വിൽക്കുക എന്നുള്ളതാണ് ഉപജീവന കൃഷി. അടുത്തത് സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സമ്മിശ്ര കൃഷി. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു കൃഷിയിടത്തിൽ തന്നെ പലതരത്തിലുള്ള വിളകളുണ്ട്. അതുപോലെ കന്നുകാലി വളർത്തലാണെങ്കിലും കോഴി വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയും ഇതിൽ കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ സമ്മിശ്രമായ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുമുണ്ട്. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കും. ചെലവ് താരതമ്യേന കുറവായിരിക്കും. അടുത്തതാണ് തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ് തോട്ടവിള കൃഷികൾ. അടുത്തതാണ് വാണിജ്യ വിള കൃഷി. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം എന്നിവയാണ് വാണിജ്യ വിളകളായിട്ട് പറയുന്നത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ്. ഇനി ഉപജീവന കൃഷി നമ്മൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായിട്ട് ഉൽപ്പാദനം. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. സമ്മിശ്ര കൃഷിയാണെങ്കിൽ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നു. ഉൽപ്പാദന ചെലവ് കുറവാണ്. തോട്ടവിള കൃഷിയാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ്. വാണിജ്യ വിളയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൻതോതിലുള്ള ഉൽപ്പാദനമുണ്ട്. വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് ഉയർന്ന മൂലധന നിക്ഷേപം, ഉയർന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ അസംസ്കൃത വസ്തുക്കളും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി ചില വിളകളും സംസ്ഥാനങ്ങളും നോക്കാം. ഇപ്പോൾ ഗോതമ്പ് പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ്. പരുത്തി വരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് നെല്ല്. ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സവിശേഷത തന്നെയാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് എന്തൊക്കെയാണ് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ? ഒന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും നോക്കാം. ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. ഇപ്പോൾ പരുത്തി എന്ന് പറയുന്ന കാർഷിക ഉൽപ്പന്നമാണ്. അതുമായി കണക്ട് ചെയ്ത് വരുന്ന വ്യവസായമാണ് തുണി വ്യവസായം. അതിനാൽ തുണി വ്യവസായം ഒരു കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നു. കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട്, ഇപ്പോൾ പരുത്തിയാണെങ്കിൽ തുണി വ്യവസായം, കരിമ്പാണെങ്കിൽ പഞ്ചസാര വ്യവസായം എന്നിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു.
ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാതുക്കളെ പറ്റിയിട്ടാണ്, ധാതു സമ്പത്തിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ധാതുക്കൾ? ഈ ഒരു പിക്ചറിലൊക്കെ ധാതുക്കളും ധാതുക്കൾ എവിടെ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്ന ആ ഒരു പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ എന്തൊക്കെയാണ്? പല ലോഹധാതുക്കൾക്ക് എക്സാമ്പിൾ നോക്കിയാൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കെലാമിൻ, ബോക്സൈറ്റ്, സിനബർ എന്നിവ ലോഹധാതുക്കളാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിനബർ ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയാണ്. മൈക്ക, വജ്രം, സിലിക്ക എന്ന് പറഞ്ഞാൽ മണലാണ്, തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ലോഹങ്ങളുടെ കാര്യം പറഞ്ഞു. ലോഹങ്ങളുടെ അയിരുകളായിട്ട് വരുന്ന ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കെലാമിൻ, ബോക്സൈറ്റ്, സിനബർ അതെല്ലാം വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ മൈക്ക, വജ്രം, സിലിക്ക അലോഹധാതുക്കളാണ്. കൽക്കരി, പെട്രോളിയം എന്നിവയ്ക്ക് ഇന്ധന ധാതുക്കളാണ്. ഇനി നമ്മൾ ആദ്യം കാർഷിക അടിസ്ഥാന വ്യവസായങ്ങൾ പറഞ്ഞതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും ഇരുമ്പുരുക്ക് വ്യവസായം അറിയപ്പെടുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ: ഒന്ന് ഇരുമ്പുരുക്ക് വ്യവസായം, അടുത്തത് ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. ധാതുക്കളും ഉപയോഗവും: ഇപ്പോൾ ഹേമറ്റൈറ്റ് ആണെങ്കിൽ ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കും. സിലിക്കയാണെങ്കിലോ ഗ്ലാസ്, ചില്ല് അതിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു. ഏതാണ് സിലിക്ക വരുന്നത്. അതുപോലെ സിമൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണം എന്നിവയുടെയൊക്കെ ഉപയോഗത്തിൽ ബോക്സൈറ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടാണ്. എന്താണ് ഹരിത വിപ്ലവം? അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. അപ്പോൾ വളരെയധികം ഭൂനികുതികൾ ചുമത്തിയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം അത് കാരണം കർഷകർക്ക് കടബാധ്യതകളുണ്ടായി. ഭക്ഷ്യവിളകളോട് അവർക്ക് അവഗണനയായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമവും ഉണ്ടായി. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അപ്പോൾ ഒന്നാമത് ഭൂനികുതി സമ്പ്രദായമായിരുന്നു അതിനൊരു കാരണം. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ എന്താണ് ഭൂപരിഷ്കരണം എന്ന് നോക്കാം. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തത്ഫലമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. അടുത്ത ഇനി ഹരിത വിപ്ലവം എന്താണെന്ന് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം.
ഈ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതുകൊണ്ട് ഹരിത വിപ്ലവത്തെ ഗോതമ്പ് റവല്യൂഷൻ, ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. വീറ്റ് റവല്യൂഷൻ എന്നും പറയാറുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ, അദ്ദേഹം 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചത്. ഇനി എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും എന്ന് നോക്കാം. എന്തൊക്കെയാണ് നേട്ടങ്ങൾ ആദ്യം നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. അടുത്ത പരിമിതികളാണ്. ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇതാണ് നോർമൻ ഇ ബോർലോഗ്. അദ്ദേഹവുമായി ചേർന്നാണ് ശ്രീ MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ പദ്ധതികൾ ആരംഭിച്ചിരുന്നത്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. ഇപ്പോൾ ലോകത്തിൽ മൊത്തമായിട്ടും ഹരിത വിപ്ലവം അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ഇ ബോർലോഗാണ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇനി അടുത്തത് എന്താണ് ദാരിദ്ര്യം എന്ന് നോക്കാം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥ, അതാണ് ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ എന്ന കാറ്റഗറിയിൽ പെടുന്ന, അല്ലെ ദരിദ്രർ എന്ന് പറയുന്നത്. എന്താണ് ദാരിദ്ര്യരേഖ? ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്, പോവേർട്ടി ലൈൻ. ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന പൊതു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലില്ലായ്മ, കടബാധ്യത, അവസര സമത്വം, വിലക്കയറ്റം, വർദ്ധിച്ച ജനസംഖ്യ എന്നിവയൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. ഇനി എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്താണെന്ന് നോക്കാം. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ MPI, മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും OPHI, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഈ ഒരു MPI എന്ന് പറയുന്നത്.
ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വരുമാനം മാത്രമല്ല അതിൻ്റെ പ്രധാന മാനദണ്ഡം വരുന്നത്. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവയൊക്കെ എത്രമാത്രം ഒരു കുടുംബത്തിന് ആർജിക്കാൻ കഴിയുന്നു എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നോക്കും, മാതൃ ആരോഗ്യം, വിദ്യാഭ്യാസമാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ, ജീവിത നിലവാരം, പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയെ പറ്റിയൊക്കെയാണ് നോക്കുക. നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 2015, 16, 2019, 21 വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും ഈ ദാരിദ്ര്യ നില അനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്ന സംസ്ഥാനം ഇവിടെ ഏതാണ്? ബീഹാറാണ്. ബീഹാറിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 33.76% ദാരിദ്ര്യം ഇത് പറഞ്ഞിരിക്കുന്നത്, ദാരിദ്ര്യ നില കാണിച്ചിരിക്കുന്നത്. അത് മുന്നേ എത്രയായിരുന്നു? 51.89% അപ്പോൾ അങ്ങനെ ആ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിന് മുകളിലേക്ക് സംസ്ഥാനങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശത്തിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യ നില വരുന്നത് പുതുച്ചേരിയാണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ദാദ്ര നഗർ ഹവേലിയിലാണ്. അവിടെ നേരത്തെ 19.58 ആയിരുന്നു, ഇപ്പോൾ 9.21 ഇനി കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ നില. നേരത്തെ ആണെങ്കിൽ 0.70%, ഇപ്പോൾ ആണെങ്കിൽ 0.55% സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിനാണ്. ഇനി ഈ ഒരു പദ്ധതി അനുസരിച്ച് നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികൾ. അതിൽ തന്നെ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. 1. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്നിവയുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കാനാണ്. അടുത്തത് ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ജീവനം പദ്ധതി വരുന്നത്. അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. അടുത്ത ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ. അതിലൊന്നാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്ത പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ PM പോഷൻ. 1 മുതൽ 8 വയസ്സ് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. അടുത്താണ് സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്നതാണത്. അടുത്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നോക്കുകയാണെങ്കിൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ്. അടുത്ത കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതി. 1998 മെയ് 17 ആരംഭിച്ചത് കുടുംബശ്രീ. സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ്. അടുത്തത് ഭക്ഷ്യ സുരക്ഷ.
ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക. അതാണ് ഭക്ഷ്യസുരക്ഷ. എല്ലാവർക്കും ആവശ്യമായ അളവിൽ കിട്ടണം, സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭിക്കണം. അതിനുള്ള സാഹചര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കാലാവസ്ഥാ വ്യതിയാനം, വ്യവസായവൽക്കരണം, വരുമാനക്കുറവ്, ലഭ്യതക്കുറവ്, വിലവർദ്ധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ എന്നിവയാണ്. അപ്പോൾ വിശപ്പ് രഹിത കേരളം, പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2017-2018 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുകയാണ് ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കുന്നതാണ്. പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അതോടുകൂടി നമ്മൾ 7ാം ക്ലാസ്സിലെ പാർട്ട് 1 സാമൂഹ്യ പാഠവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.